മുസ്ലിം ലീഗ് അടക്കം ദുരാഷ്ട്രവാദത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ അതിനുള്ള പശ്ചാത്തലം ഒരു പ്രത്യയശാസ്ത്ര പശ്ചാത്തലം ഉണ്ടാക്കിയത് ആരാണ്? ഇതെല്ലാം ചരിത്രം അറിയുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൂടെ കണ്ണോടിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും കൃത്യമായിട്ട് തന്നെ അനുഭവമുള്ളതാണ്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഇന്നിപ്പോൾ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറും നൽകിയിട്ടുള്ള കർക്കശമായ നിലപാടിന് അനുസൃതമായി സ്ഥാപനങ്ങൾ, അതായത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ചാൻസലറുടെ ഉത്തരവ് അംഗീകരിച്ചിട്ടില്ല. ആകെപ്പാടെ അപവാദം കുസാറ്റിൽ നടന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഖണ്ഡിതമായി നിലപാടെടുത്തു, വിജയിച്ചു എന്ന് തോന്നുന്നുണ്ടോ? പൂർണ്ണമായും ഇവിടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ശോഭ കെടുത്തുവാനും അതുപോലെ തന്നെ അതിന്റെ എല്ലാ പ്രാധാന്യവും നഷ്ടപ്പെടുത്തി കളയാനും ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ചില വസ്തുതകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് കൃത്യമായി 4 വർഷം മുമ്പ് 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ മുതൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗമായി മോഡിയാണ് ഇത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അതിപ്പോൾ ചാൻസലർ ഒരു സർക്കുലറായിട്ട് ഇറക്കി കേരളത്തിന്റെ സർവകലാശാലകളിലും കോളേജുകളിലുമെല്ലാം ചരിത്ര പ്രഭാഷണവും ചിത്രപ്രദർശനവും നാടകവും സംവാദവും എല്ലാം നടത്തണം എന്നുള്ള രൂപത്തിൽ ഏറ്റവും തരത്തിൽ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് കാണിച്ചത്. അതിനെതിരെ അതിശക്തമായിട്ട് തന്നെ കേരളത്തിലെ ക്യാമ്പസുകൾ, സർവകലാശാലകൾ നിലപാട് സ്വീകരിച്ചു. മുഖ്യമന്ത്രി ആയാലും ഗവൺമെന്റ് ആയാലും ഇത് തള്ളിക്കളയണമെന്ന് ആഹ്വാനം ചെയ്യുകയുമുണ്ടായി. അത് കൃത്യമായി തന്നെ വിദ്യാർത്ഥി സമൂഹം ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെ ആരാണ് ഈ ദ്വിരാഷ്ട്രവാദം ഏറ്റവും ആദ്യം മുന്നോട്ട് വെച്ചത്? ഏത് പുസ്തകത്തിലാണ് ഈ വാദം ആദ്യമായി ഉന്നയിക്കപ്പെട്ടത്? അതുപോലെ തന്നെ ആ പുസ്തകം എഴുതിയത് ആരാണ്? അതിന്റെ വർഷം എന്നാണ്? മുസ്ലിം ലീഗ് അടക്കം ദുരാഷ്ട്രവാദത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ അതിനുള്ള പശ്ചാത്തലം ഒരു പ്രത്യയശാസ്ത്ര പശ്ചാത്തലം ഉണ്ടാക്കിയത് ആരാണ്? ഇതെല്ലാം ചരിത്രം അറിയുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൂടെ കണ്ണോടിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും കൃത്യമായിട്ട് തന്നെ അനുഭവമുള്ളതാണ്. അപ്പൊ സ്വാതന്ത്ര്യ സമരം ചരിത്രത്തെ കൃത്യമായിട്ട് അറിയാവുന്ന ഈ സ്വാതന്ത്ര്യ ദിനത്തെ ഇന്നത്തെ പ്രാധാന്യത്തോടെ ഏറ്റവും ഗൗരവത്തോടെ ആഘോഷിക്കേണ്ട ഒരു സമയത്ത് അത് ആഘോഷിക്കാതെ അതിന്റെ പൊലിമ നശിപ്പിക്കാൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനമായിട്ട് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്? ഇവർ ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മാറിയിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട സമരത്തിന്റെ ഭാഗമായിട്ടും തല്ലുകൊള്ളുകയോ സമരം നടത്തുകയോ ധർണ നടത്തുകയോ പ്രതിഷേധം നടത്തുകയോ ചെയ്തിട്ടില്ല. അവർ ഈ ഭരണഘടന തന്നെ നിലവിൽ വന്നപ്പോൾ ഒരു മതരാഷ്ട്രം എന്ന രൂപത്തിലേക്ക് ഈ രാജ്യത്തെ മാറ്റാൻ സാധിക്കാതെ വന്നതുകൊണ്ട് ആ ഭരണഘടനയെ അംഗീകരിക്കാതെ അതിനെതിരെ പ്രതിഷേധിച്ചവരാണ്. ദേശീയ പതാകയെ അംഗീകരിക്കാത്തവരാണ്. അതുപോലെ ഈ രാജ്യത്തിൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളെയും അംഗീകരിക്കാതെ മുന്നോട്ട് പോയവർ ഇപ്പോൾ വിഭജന ദിനം സമുചിതമായിട്ട് ആചരിക്കണം എന്ന് പറഞ്ഞു വരുന്നതിന്റെ രാഷ്ട്രീയം ഈ കേരളത്തിന്റെ ക്യാമ്പസുകളും സർവകലാശാലകളും വിദ്യാർത്ഥികളും എല്ലാം മനസ്സിലാക്കിയത് കൃത്യമായി നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇനിയും വിഭജനത്തിൻ്റെതായിട്ടുള്ള വാദങ്ങളുമായിട്ട് ഇവർ ഇറങ്ങിത്തിരിക്കും. ഇന്ത്യയെ ഒരു ഹിന്ദുത്വ അജണ്ടയോട് കൂടിയിട്ടുള്ള ഒരു മതരാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഈ രാജ്യത്ത് ഇന്ന് കാണുന്ന ഈ മതനിരപേക്ഷവാദത്തെയും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ ജീവിത രീതിയെയും എല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് ഇവർ രംഗത്ത് വരും ദിനങ്ങളും നമുക്ക് കാണേണ്ടി വരും. കാരണം ആ അജണ്ട പൂർത്തീകരണമാണ് ഇവരുടെ ലക്ഷ്യം. അത് കേരളത്തിലെയും രാജ്യത്തെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്.